Hi, hello, namaskaram. Oh my god, I can't believe I am uploading a vlog again. എക്സാക്ട്ലി പറഞ്ഞാൽ 2 years മുമ്പാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യൽ സ്റ്റോപ്പ് ചെയ്തത്. ആൻഡ് ഹിയർ ഐ ആം. ആക്ച്വലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോണത് 2024 എടുത്തതാണ്. ഫോണിൽ കുറേ നാളായിട്ട് കിടക്കണു. അപ്പോൾ ഇപ്പോൾ ഫോണിൽ സ്പേസ് ഒന്നുമില്ല. സ്പേസൊക്കെ തീർന്നപ്പോൾ കുറേ ഓൾഡ് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇത് കിടന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു മെമ്മറീസും നിങ്ങൾക്കൊരു ന്യൂ പ്ലേസും കാണാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് മാറി 2 years ആവണു. മഹാരാഷ്ട്ര ഔറംഗാബാദ് എന്ന് പറഞ്ഞ പ്ലേസിലാണ്. കറൻ്റ്ലി നോൺ ആസ് ഛത്രപതി സംഭാജി നഗർ. അപ്പോൾ ഇവിടെ ഇറ്റ്സ് ഫേമസ് ഫോർ കേവ്സ്. അജന്ത, എല്ലോറ അങ്ങനത്തെ കേവ്സൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിസ്റ്ററിയിലൊക്കെ. സോ ഇത് പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് ഔറംഗാബാദ് കേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. സോ ഈ ഔറംഗാബാദ് കേവ്സ് എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് ബീൻ കാവ്ഡ് ബിറ്റ്വീൻ 6th and 8th century എന്നാണ് പറയുന്നത്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഔറംഗാബാദിൽ നിന്ന് ലൈക്ക് ഫ്രം ദ സിറ്റി ഒരു 9 kilometers മാറിയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ്സ് കാവ്ഡ് ഇൻ ദ സിയാച്ചൽ റേഞ്ചസിലാണ്. ഇവിടെ മെയിൻലി കേവ്സ് എല്ലാം കാണുന്നത് ഇതുപോലെ വലിയ മലകളിങ്ങനെ പണി ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ ചെറിയ ചെറിയ അമ്പലങ്ങൾ പോലെ മെയിൻലി ബുദ്ധിസ്റ്റ് അമ്പലങ്ങളാണ് ഇവിടെ. അപ്പോൾ മെയിൻലി ഇവിടുത്തെ 2 കേവ്സ് നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആയ മോണ്യുമെൻറ്റ്സ് ആയ എല്ലോറ, അജന്തയാണ് നമ്മുടെ ഈ പ്ലേസിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 കേവ്സ്. അതിൻ്റെ തന്നെ ഇതൊരു ചെറിയ രൂപം എന്നാണ് ഈ ആർക്കിയോളജിസ്റ്റ് സർവേസിലൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിന് തമ്മിലൊരു ലിങ്കുമുണ്ട് ഈ കേവ്സിന്. സോ ഈ ഒരു കേവ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന മോണ്യുമെൻ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് അത്ര അതിങ്ങനെ ഫേമസ് അല്ല. മെയിൻലി ടൂറിസ്റ്റുകൾ ലൈക്ക് ഫ്രം എബ്രോഡിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് എല്ലാവരും കറങ്ങാൻ മെയിൻലി വരുന്നത് അജന്ത, എല്ലോറ കേവ്സ് കാണാനാണ്. ഇത് അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് കുറച്ച് ദൂരെ മാറിയിട്ടാണ് ഈ ഔറംഗാബാദ് കേവ്സ് എന്ന് പറയുന്നത്. നമുക്കിത് ഇങ്ങനെ ഫുൾ അകത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര അത്ഭുതമായിട്ട് നമ്മൾ നോക്കി കാണുന്നതാണ്. ഇങ്ങനെ ഒരു ഫുൾ റോക്കിൽ മാത്രം ഇങ്ങനെ കൊത്തുപണികൾ ചെയ്തിട്ട് അത്ര ഇയേഴ്സ് മുമ്പ് ചെയ്തു വച്ചിരിക്കണത് കാര്യങ്ങൾ. ഇതിങ്ങനെ എൻട്രി പോലൊരു സ്ഥലം വന്നിട്ട് ചെറിയൊരു അമ്പലം എന്നുള്ള രീതിയിലാണ്. ഉള്ളിൽ ബുദ്ധൻ്റെ വലിയൊരു സ്റ്റാച്ചു അതുപോലെ കല്ലിലിങ്ങനെ കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ട്. ഫുൾ ഇരുട്ടാണ് കേട്ടോ. ഇരുട്ടും ഭയങ്കര തണുപ്പാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറുമ്പോൾ. ഫുൾ ഡിഫറെൻറ്റ് എന്താ പറയുക ഗോഡസുകളുണ്ട്. പിന്നെ ഗണേശ അങ്ങനെയൊക്കെ എല്ലാ ഗോഡ്സിൻ്റെയും കൊത്തുപണികളാണ് അവിടെ ഫുൾ ചുറ്റും ചെയ്ത് വച്ചിരിക്കണത്. ഭയങ്കര തണുപ്പും എന്താ പറയുക ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് ഈ സുഖമായിട്ട് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ അവിടെ കുറച്ച് ഈ ബുദ്ധിസ്റ്റ് അവരുടെ മോങ്സും അവിടെ കുറച്ച് കണ്ടു. താഴെയായിട്ട് വേറൊരു ചെറിയൊരു ടെമ്പിൾ പോലെ ഉണ്ട്. ഇത്ര നടന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ ടയർഡായി തുടങ്ങിയിട്ട് ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഗ്യാപ്പിലുള്ള വലിയ സ്റ്റെപ്സ് ആയിരുന്നു. അപ്പോൾ ഇറങ്ങാൻ പിന്നെ കുഴപ്പമുണ്ടല്ലോ, തിരിച്ച് കയറി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആകെ ടയർഡായിപ്പോയി. ഇതവിടെ താഴെയുള്ള ആ ഒരു ബുദ്ധിസ്റ്റുകളുടെ കുറച്ച് ഫ്ലാഗ്സും പിന്നെ ഫുൾ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു. അകത്ത് ചെറിയൊരു അമ്പലം പോലെ അവിടെ മോങ്സും പൂജയും കാര്യങ്ങളും നമുക്ക് അവിടെ ഇരുന്നിട്ട് പ്രയറും കാര്യങ്ങളൊക്കെ ചെല്ലാം. അങ്ങനെ അപ്പോൾ അത്രയാണ് ചെറിയൊരു കേവും അതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലവും പിന്നെ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു അമ്പലം കണ്ടപ്പോൾ അവിടെ കയറി തൊഴുതത്. അതൊരു ശിവൻ്റെ അമ്പലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്, ഒരു അതിഥി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ട് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ അവിടെ റൂഫ് ടോപ്പ് ഏരിയയിൽ പോയി
ഇരുന്നിട്ട് നമുക്ക് ജസ്റ്റ് വ്യൂവും നല്ല ഇവിടെ ഭയങ്കര ഈ പ്ലേസിൻ്റെ സ്പെഷ്യാലിറ്റി ഭയങ്കര വിൻഡുണ്ട്, ഭയങ്കര ബ്രീസാണ്, ഫുൾ ടൈം ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കും. അപ്പോൾ റൂഫ് ടോപ്പിലിരുന്ന് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ കാഷ്വലി ജസ്റ്റ് വൈൻഡിങ് അപ്പ് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു പെർഫെക്റ്റ് ഇൻട്രോ ഔട്ട്രോ പോലെയൊന്നുമില്ല. ഞാൻ വെറുതെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.